5 മാസ കുടിശ്ശിക ഒരുമിച്ചെത്തുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ 3000 രൂപ. 2026 പുതിയ UDF സർക്കാർ വന്നാൽ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ? വീട്ടമ്മമാർക്കും യുവാക്കൾക്കും വയോധികർക്കും വലിയ സഹായങ്ങൾ വരുമോ? ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമസ്കാരം എല്ലാവർക്കും. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ കുടിശ്ശിക, DBT പേയ്മെന്റ് ഡിലേ, ബാങ്ക് ക്രെഡിറ്റ് പ്രശ്നങ്ങൾ, വെരിഫിക്കേഷൻ ഇഷ്യൂസ്, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, UDF LDF രാഷ്ട്രീയ ചർച്ചകൾ, 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ സർക്കാർ പദ്ധതികൾ, UDF പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള പുതിയ ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും യുവാക്കൾക്കും കുടുംബങ്ങൾക്കും വാഗ്ദാനം ചെയ്യുന്ന സഹായങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ മാസവും പെൻഷൻ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് വയോധികർ, വിധവകൾ, ഭിന്നശേഷിക്കാർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ എന്നിവർക്കാണ് ഈ സഹായം വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പല ഭാഗങ്ങളിലും ആളുകൾ പറയുന്ന പ്രധാന വിഷയം പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്നതാണ്. മരുന്ന് വാങ്ങാൻ പണമില്ല, വീട്ടുവാടക നൽകാൻ കഴിയുന്നില്ല, ഭക്ഷണ ചെലവ് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പലരും പങ്കുവയ്ക്കുകയാണ്. ഒരു ദിവസം എല്ലാം ഒരുമിച്ചെത്തും, സർക്കാർ ഉടൻ പ്രഖ്യാപനം നടത്തും, തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ സഹായം എന്നൊക്കെയുള്ള വാർത്തകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കാണ് ജനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നിരവധി സ്ത്രീകൾക്ക് ഈ പദ്ധതി ജീവിതത്തിന്റെ പ്രധാന ആശ്രയമാണ്. വിധവകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, ഒറ്റയ്ക്ക് കഴിയുന്നവർ, ചെറിയ വരുമാനത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ എന്നിവർക്കാണ് ഈ സഹായം ഏറ്റവും വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 3000 ആകുമോ എന്ന ചർച്ച ഇപ്പോൾ ശക്തമാണ്. വിലക്കയറ്റം വർദ്ധിച്ചതും മരുന്ന്, ഭക്ഷണം, ഗ്യാസ്, വൈദ്യുതി എന്നിവയുടെ ചെലവ് കൂടിയതും കാരണം നിലവിലെ പെൻഷൻ തുക മതിയാകുന്നില്ലെന്ന് പലരും പറയുന്നു. ഇതിനിടയിലാണ് 2026 തെരഞ്ഞെടുപ്പിന് മുൻനിർത്തി UDF പുതിയ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുമോ എന്ന ചർച്ചകളും ഉയരുന്നത്. 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചതായ സ്ത്രീകൾക്ക് പ്രത്യേക ധനസഹായം, വീട്ടമ്മമാർക്ക് മാസാന്ത സഹായ പദ്ധതി, യുവാക്കൾക്ക് തൊഴിൽ സഹായം, വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, വയോധികർക്കുള്ള ക്ഷേമ പദ്ധതി വികസനം, വെൽഫെയർ പെൻഷൻ വർധന തുടങ്ങിയ വിഷയങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പലരും പ്രതീക്ഷിക്കുന്നത് UDF സർക്കാരിൽ നിന്നും വീട്ടമ്മ സഹായ പദ്ധതി പോലുള്ള പദ്ധതികൾ വരുമോ എന്നതാണ്. കുടുംബ വരുമാനം കുറവുള്ള സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. അതേസമയം ചിലർ പങ്കുവയ്ക്കുന്നത് വെൽഫെയർ പെൻഷൻ 3000 വരെ ഉയർത്താനുള്ള സാധ്യതയെക്കുറിച്ചുമാണ്. എന്നാൽ ഇവയെല്ലാം രാഷ്ട്രീയ ചർച്ചകളും പ്രതീക്ഷകളും മാത്രമാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നാൽ മാത്രമേ ഉറപ്പാക്കാനാകൂവെന്നും എല്ലാവരും ശ്രദ്ധിക്കണം. യുവാക്കൾക്കായുള്ള തൊഴിൽ പദ്ധതികൾ ഇപ്പോൾ വലിയ ചർച്ചയാണ്. പ്രൈവറ്റ് സെക്ടർ റിക്രൂട്ട്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് സ്കീം, സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, സ്ത്രീകൾക്കുള്ള ചെറിയ ബിസിനസ് സഹായം തുടങ്ങിയ പദ്ധതികൾ വരാനിടയുണ്ടെന്ന രീതിയിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ വേദികളിൽ ഉയരുന്നുണ്ട്. കേരളത്തിലെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സർക്കാർ പിന്തുണയോടെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയും ശക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വലിയ ചർച്ചയാണ്. കേരളം വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾക്ക് വലിയ ചെലവ് വരുന്നു, കടബാധ്യത ഉയരുന്നു, കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം സർക്കാർ ക്ഷേമ പദ്ധതികൾ നിർത്തില്ലെന്നും വിതരണം തുടരുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുകയാണ്. DBT പേയ്മെന്റ് ഡിലേ സംബന്ധിച്ച പരാതികളും വർദ്ധിക്കുകയാണ്. ചിലർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നില്ല, ചിലർക്ക് ആധാർ മിസ്മാച്ച് പ്രശ്നമുണ്ട്, ചിലരുടെ പേയ്മെന്റ് പെൻഡിംഗ് ആയി തുടരുകയാണ്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തതും ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആയതും പേയ്മെന്റ് ഡിലേക്ക് കാരണമാകാം. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ബാങ്കിൽ പോയി അക്കൗണ്ട് സ്റ്റേറ്റസ് പരിശോധിക്കുകയും ആധാർ ലിങ്കിങ് ശരിയാണോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ഈ സാഹചര്യത്തിൽ എല്ലാ ഗുണഭോക്താക്കളും ഇപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ: ആധാർ ലിങ്ക് പരിശോധിക്കുക, ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് ഉറപ്പാക്കുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, പെൻഷൻ സ്റ്റേറ്റസ് ഓൺലൈനിൽ പരിശോധിക്കുക. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.